Hi everyone, hope you all are doing great. 80s 90s കിഡ്സിനൊക്കെ തീർച്ചയായിട്ടും ഒരു ഫേവറേറ്റ് ആയിട്ടുള്ള കാർട്ടൂൺ ക്യാരക്ടർ ഉണ്ടാവും അല്ലേ? ഇനി നമ്മൾ വായിച്ചിട്ടുള്ള കഥ ബുക്കിലെങ്കിലും ഏതെങ്കിലും കഥാപാത്രം നമ്മുടെ ഫേവറേറ്റ് ആയിട്ടുണ്ടാവും. എന്നെ സംബന്ധിച്ച് എനിക്കത് സിൻഡ്രല്ലയായിരുന്നു. അതൊരിക്കലും ഞാൻ ഡയറക്റ്റ് ആയിട്ട് വായിച്ചിട്ടൊന്നുമല്ല ഞാൻ സിൻഡ്രല്ലയുടെ ഫാനായിട്ട് മാറിയത്. ആപ്പ് മരിച്ച സമയത്ത് വീട്ടിൽ നിന്നും മാറ്റി നിർത്താൻ വേണ്ടിയിട്ട് മൂത്താപ്പയുടെ മോളായിട്ടുള്ള റബിത്ത അവരുടെ വീട്ടിലേക്ക് എന്നെയും എൻ്റെ ഇത്താത്തിനെയും കൊണ്ടുപോകും. ആ സമയത്ത് ടൈം പാസിന് വേറെ ഓപ്ഷൻ ഒന്നും കാണാതിരിക്കുന്ന സമയത്ത് റബിത്ത ഞങ്ങൾക്ക് ഒരുപാട് കഥകൾ പറഞ്ഞു തരും. അന്ന് എൻ്റെ മനസ്സിൽ അത്രയും ആഴത്തിൽ പതിച്ചിട്ടുള്ള ഒരു സ്റ്റോറിയാണ് സിൻഡ്രല്ലയുടേത്. ഇപ്പോഴും ആ പിക്ചർ എൻ്റെ മനസ്സിലുണ്ട്. അത് ഇത്രയും ഭംഗിയായിട്ട് എനിക്ക് ഓർക്കാൻ പറ്റുന്നതിൻ്റെ മെയിൻ റീസൺ റബിത്ത ആണ്. റബിത്ത കഥ പറഞ്ഞു തരുന്ന രീതിയാണ്. നമ്മളെ ആകാംക്ഷയുടെ മുൾമുനയിൽ നിർത്തുന്ന രീതിയിലാണ് റബിത്ത ഏത് കഥയും പറയാ. അത് എത്ര ചെറുതായിക്കോട്ടെ വലുതായിക്കോട്ടെ. നിങ്ങൾ ചിന്തിക്കുമ്പോൾ എങ്ങനെയായിരിക്കും ഒരു 5-ാം വയസ്സുകാരിയെ ഈ ഒരു സ്റ്റോറി ഇൻഫ്ലുവൻസ് ചെയ്തിട്ടുണ്ടാവുക? നമുക്കിങ്ങനെ ചിന്തിക്കാം അല്ലേ? ഒരു ഫെയർ പ്രത്യക്ഷപ്പെടുന്നു, എനിക്ക് എന്താ വേണ്ടതെന്ന് ചോദിക്കുന്നു, വേണ്ടത് എന്താണെന്ന് ഞാൻ പറയുന്നു, എനിക്കതെല്ലാം കിട്ടുന്നു, അങ്ങനെ ഒരു ഹാപ്പി എൻഡിങ്. എന്നാൽ ജീവിതത്തിലെ ഏറ്റവും ക്രൂഷ്യൽ ആയിട്ടുള്ള ആ ഒരു സ്റ്റേജിലൂടെ കടന്നു പോയിക്കൊണ്ടിരിക്കുന്നത് കൊണ്ടാവാം എനിക്ക് ആ ഫാന്റസി വേൾഡിലേക്കൊന്നും ചിന്തിക്കാൻ പോലും കഴിഞ്ഞിട്ടില്ല. ഞാൻ നല്ലൊരു ഡ്രീമറാണ് കേട്ടോ. എന്നാൽ കൂടി ആ ലെവലിലല്ല എന്നെ സിൻഡ്രല്ല സ്വാധീനിച്ചിട്ടുള്ളത് എന്നാണ് ഞാൻ പറയുന്നത്. ഞാൻ സിൻഡ്രല്ല എന്ന സ്റ്റോറിയിൽ നിന്നും പഠിച്ചിട്ടുള്ള കാര്യം, എത്ര ഡിഫിക്കൽട്ട് സിറ്റുവേഷനിലായിരുന്നപ്പോഴും സിൻഡ്രല്ല കീപ്പ് ചെയ്തിട്ടുള്ള ഒരു ബിലീവ്. രണ്ടാമത്തെ കാര്യം, ഒരു ഹോപ്പ് ഉണ്ടായിരുന്നു, നാളെ ബെറ്റർ ആക്കണം എന്നുള്ളത്. മൂന്നാമത്തെ കാര്യം, അതിനു വേണ്ടിയിട്ടുള്ള അറ്റംപ്റ്റ് അവർ ചെയ്തുകൊണ്ടേയിരുന്നു. ഇതാണ് എൻ്റെ അവസ്ഥ എന്ന് പറഞ്ഞ് കരഞ്ഞിരിക്കാതെ അതിൽ നിന്നും പുറത്തു വരാൻ വേണ്ടി എന്ത് ചെയ്യാൻ പറ്റും എന്നുള്ളത് നോക്കിക്കൊണ്ടേയിരുന്നു. ഓരോ ഓപ്പർച്യൂണിറ്റിയും യൂസ് ചെയ്തപ്പോഴാണ് സിൻഡ്രല്ല എന്ന സ്റ്റോറിക്ക് ഒരു ഹാപ്പി എൻഡിങ് ഉണ്ടായിട്ടുള്ളത്. എങ്ങനെയാണ് ഇത്തരം സാഹചര്യങ്ങളൊക്കെ എനിക്ക് ഓവർകം ചെയ്യാൻ സാധിച്ചത്, എങ്ങനെയാണ് ഇന്ന് ഞാൻ ഈ ഒരു ലെവലിലേക്ക് എത്തിയത് എന്ന് ഞാൻ ആലോചിക്കുമ്പോൾ തീർച്ചയായിട്ടും എനിക്ക് പറയാൻ പറ്റും, ഞാൻ പോലും അറിയാതെ എന്നെ ഇൻഫ്ലുവൻസ് ചെയ്തത് ഈ ഒരു സ്റ്റോറിയാണ് എന്നുള്ളത്.